ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഫിഷ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷനിലൊക്കെ വിളമ്പാൻ പറ്റുന്ന ഫിഷ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ റെസിപ്പി. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഫിഷ് കട്ട്ലേറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ചൂരമീൻ്റെ കഷ്ണങ്ങളാണ്. അപ്പം ഞാൻ മീൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 കഷ്ണം ആണ് ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഏത് മീനും ദശക്കട്ടിയുള്ള ഏത് മീൻ ഉപയോഗിച്ച് നമുക്ക് ഫിഷ് കട്ട്ലേറ്റ് തയ്യാറാക്കാം. നമ്മുടെ അയല വെച്ച് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ കേരയോ അല്ലെങ്കിൽ വറ്റ ഇതെല്ലാം വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഈ മീനൊന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. ഈ മീൻ ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൽ താഴെയാണ് ഞാനിപ്പം ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് മീൻ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതൊരു മൂടി വെച്ച് നമുക്ക് മൂടിക്കൊടുക്കാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അത് ചെറുങ്ങനെ ഇരുന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് രണ്ടും വേവുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം പറ്റി മീൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടി ഇനി മാറ്റി വെക്കാം. അപ്പം നമ്മുടെ മീൻ വേവിച്ച് ഉടച്ച് ഞാൻ വെച്ചിട്ടുണ്ട്, ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചും അതും മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു സവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറിയതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളകാണ് ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഒരു 2 തണ്ട് കറിവേപ്പില അരിഞ്ഞിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഗരം മസാല വേണം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിതിലേക്ക് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് പഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാള ഒന്ന് വാടിക്കിട്ടാൻ നമുക്കൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന ഈ അരിഞ്ഞ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇതും ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി പൊടിച്ചു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം.
അതോടുകൂടി ഒടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ിനുള്ള നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നേരത്തേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ തണുക്കുന്ന സമയത്തിന് നമുക്ക് 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലൊരു ലേശം ഉപ്പും അതേപോലെ തന്നെ ലേശം പെപ്പർ പൊടിയുടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് നമുക്ക് കട്ട്ലേറ്റിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കാം. നമുക്ക് ഈ മിക്സ് ഒന്ന് ഓവൽ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മുട്ടയുടെ മിക്സിലേക്കൊന്ന് മുക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയിരിക്കുന്ന നമുക്ക് മിക്സ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ കട്ട്ലേറ്റിനുള്ള സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം എടുത്ത് നമുക്ക് ഫ്രൈ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൈഡ് ഇതായിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ കുക്കിംഗ് ടൈം കുറച്ച് കുറവാണ്. നമ്മൾ ഫിഷും വറുത്തതാണ്, ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചാണ്. അത് തന്നെയല്ല നമ്മളിത് വഴറ്റിയാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പം ലോ ഫ്ലെയിമിൽ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു സൈഡ് ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ ബാക്കിയിരിക്കുന്ന കട്ട്ലേറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി കാണും വരെ ബൈ.